തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പെസഹാകാലം 3-ാമത്തെ ആഴ്ച, വെള്ളിയാഴ്ച. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 52 മുതൽ 59 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ ഒരു വചനഭാഗവും ഇന്നലെയൊക്കെ കേട്ട അതേ വചനഭാഗത്തിന്റെ തുടർച്ചയാണ്. ജീവന്റെ അപ്പത്തെ പറ്റി പറയുന്ന വചനഭാഗമാണ്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ജീവൻ ഉണ്ടായിരിക്കുകയില്ല. ഇങ്ങനെയുള്ളൊരു വചനഭാഗം പറയുമ്പോൾ യഹൂദർക്കിടയിൽ വലിയൊരു സംശയം ഉണ്ടാവുകയാണ്. എങ്ങനെയാണ് മനുഷ്യരുടെ ശരീരം ഭക്ഷിക്കുക എന്ന ഒരു സംശയം ഉണ്ടാവുക. അങ്ങനെ സംശയങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഇന്നത്തെ 1-ാം വായന സാവൂളിന്റെ മാനസാന്തരത്തെ പറ്റിയാണ് പറഞ്ഞു വയ്ക്കുക. സാവൂൾ എപ്രകാരമുള്ള വ്യക്തിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളെ കണ്ടു കഴിഞ്ഞാൽ കൊന്നൊടുക്കുവാനായിട്ട് മടിയൊന്നുമില്ലാതെ എല്ലാവരെയും, പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും കൊന്നൊടുക്കുവാൻ മടിയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു സാവൂൾ. എന്നാൽ ദമാസ്കസിലേക്ക് പോകുന്ന ഒരു യാത്രയിൽ അവന്റെ മുന്നിൽ ഒരു മിന്നൽ ഒളി ഉണ്ടാവുകയാണ്, ഒരു പ്രകാശം ഉണ്ടാവുകയാണ്. ആ ഒരു പ്രകാശത്തിന് മുന്നിൽ അവന്റെ ഉള്ളിലുണ്ടായിരുന്ന അഹങ്കാരവും ധൈര്യവും എല്ലാം ക്ഷയിച്ചു പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായൊരു ശബ്ദമാണ്, സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? ഈ ഒരു സ്വരത്തിൽ അവൻ ഭയപ്പെടുകയാണ്. അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ധൈര്യമെല്ലാം ചോർന്നു പോവുകയാണ്. അവന്റെ ഉള്ളിലുണ്ടായിരുന്ന അഹങ്കാരമൊക്കെ നശിച്ചു പോവുകയാണ്. അവന്റെ കണ്ണുകൾ ഇരുളുകൾ നിറഞ്ഞ ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. എന്നാൽ ആ ഒരു ഇരുളിൽ നിന്നുകൊണ്ട് അവൻ പ്രകാശത്തെ തിരിച്ചറിയുന്നുണ്ട്, ക്രിസ്തുവിന്റെ സ്വരം മനസ്സിലാക്കുന്നുണ്ട്. സംശയങ്ങളുടെ മറയിൽ നിന്ന് അവൻ ക്രിസ്തുനാഥന്റെ സ്വരവും വെളിച്ചവും തിരിച്ചറിഞ്ഞപ്പോൾ അവന് മാറ്റമുണ്ടായി. അവൻ ക്രിസ്തുവിനെ അനുഭവിച്ച് ക്രിസ്തുവിന്റെ പിന്നാലെ ചെല്ലുന്ന ഒരു മനുഷ്യനായിട്ട് മാറി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളൊരു അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കാത്തത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് ക്രിസ്തുനാഥൻ പറഞ്ഞ ആ ഒരു സത്യം, ഞാനാണ് ജീവന്റെ അപ്പം എന്ന ആ ഒരു സത്യം. ജീവന്റെ അപ്പം എൻ്റെ മുന്നിൽ ദിവസേന വിശുദ്ധ കുർബാനയിലൂടെ എടുത്തുയർത്തപ്പെടുന്നുണ്ട്. എന്നാൽ ഞാൻ ആ ഒരു പ്രകാശത്തിനെ കാണുന്നില്ല. ഇവിടെ 1-ാമത്തെ വായനയിൽ സാവൂൾ തിരിച്ചറിഞ്ഞ ആ ഒരു വലിയൊരു വെളിച്ചമുണ്ട്, ആ ഒരു വലിയൊരു സ്വരമുണ്ട്, ക്രിസ്തുവിന്റെ സ്വരം. എൻ്റെ ജീവിതത്തിലും ആ ഒരു സ്വരം കേൾക്കുവാനും ആ ഒരു പ്രകാശം കണ്ടെത്തുവാനും നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവരായിട്ട് മാറാം. എങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ സ്വരം തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. സാവൂളിനെ പോലെ എനിക്കും മാറ്റമുണ്ടാകണം. ഒരു വലിയൊരു യൂ-ടേൺ എടുക്കേണ്ട സമയമായി, ക്രിസ്തുവിലേക്ക് തിരിയേണ്ട സമയമായി. എൻ്റെ ഉള്ളിൽ ഇരുൾ നിറഞ്ഞു കിടക്കുന്നുണ്ട് എങ്കിൽ ഞാൻ പ്രകാശത്തിലേക്ക് തിരിയേണ്ട സമയമായി. ജീവന്റെ അപ്പം ഞാനാണ് എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നമുക്ക് ഓരോരുത്തർക്കും ചെല്ലാം. അതിനു വേണ്ടിയിട്ട് ഓരോ ബലിവേദിയിലേക്കും നമുക്ക് ആത്മാർത്ഥമായി സന്തോഷത്തോടുകൂടെ ക്രിസ്തുനാഥനെ സ്വീകരിക്കുവാനായിട്ട് ഓടിച്ചെല്ലാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.